السلام عليكم ورحمة الله وبركاته. نحمده ونصلي على رسوله الكريم. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. من قتل نفسا بغير نفس أو فساد في الأرض فكأنما قتل الناس جميعا. ബഹുവന്യരായ ഗുരുനാഥന്മാരെ, സ്നേഹം നിറഞ്ഞ എൻ്റെ സഹപാഠി സുഹൃത്തുക്കളെ, ഇസ്ലാമിക മൂല്യങ്ങൾക്കും ധർമ്മങ്ങൾക്കുമെതിരെ അഭ്യൂഹങ്ങൾ പറഞ്ഞു പരത്തുന്ന പാശ്ചാത്യ മുറകളെ ഏറ്റുപിടിച്ച് മുന്നോട്ട് വരുന്ന ഇന്നിൻ്റെ കാലത്ത് ഇസ്ലാം മുന്നോട്ട് വെച്ച മനുഷ്യാവകാശം എന്ന ദാർശനികമായ കാഴ്ചപ്പാടിൻ്റെ ചരിത്രം ലോകം ഇന്ന് വിസ്മരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈയൊരു വേളയിൽ മനുഷ്യാവകാശവും ഇസ്ലാമും എന്ന വിഷയത്തെ ആസ്പദമാക്കി നിങ്ങളുമായി സംവദിക്കാനാണ് വിനീതൻ ആഗ്രഹിക്കുന്നത്. നാഥൻ ഉദവി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കാലത്തിൻ്റെ ഗമനത്തിനൊത്ത അനവധി ചിന്താധാരകളും ആശയാദർശങ്ങളും ഉടലെടുക്കുന്ന നവീന യുഗത്തിൻ്റെ വിരിമാറിലാണ് നാം ഏവരും ഇന്ന് നിലകൊള്ളുന്നത്. ഈ നിലയിൽ പരിഷ്കാരങ്ങളും ഭേദഗതികളും അവയെ കാർന്ന് തിന്നുക എന്നത് സ്വാഭാവികമാണ്. അത്തരത്തിൽ പത്തിവിടർത്തിയ ഒരാശയമാണ് മനുഷ്യാവകാശവും. പാശ്ചാത്യ നാൾവഴികളിലേക്ക് നാം ഒന്ന് കണ്ണോടിച്ചു നോക്കുകയാണെങ്കിൽ ഈ അടുത്ത നൂറ്റാണ്ടുകളിലൊന്നും ഇതിന് പ്രേരകമാകുന്ന സംഭവ വികാസങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നതാണ് വാസ്തവം. അത്തരത്തിൽ കാലം മുന്നോട്ട് ഗമിച്ച് 20-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തോടടുത്തപ്പോൾ നിർജീവമായി കിടന്നിരുന്ന ഈ ബൃഹത്തായ ആശയം പാശ്ചാത്യ ചിന്താധാരകളിൽ സ്ഥാനം പിടിക്കുകയും രംഗത്ത് വരികയും ചെയ്തതോടെ കോളനിവൽക്കരണവും അടിച്ചമർത്തലുകളും സമ്മാനിച്ച ഈ ദുഷ്പേരിനെ ഇല്ലായ്മ ചെയ്യാനായി ഒരു പരിധിവരെ ഈ സാമ്രാജ്യ ശക്തിക്ക് സാധിച്ചു എന്ന് മാത്രമല്ല, ആഗോളതലത്തിൽ ഐക്യരാഷ്ട്രസഭയിൽ വെച്ച് 1948 ഡിസംബർ 10 നടന്ന യോഗത്തിൽ UN-ന്റെ പ്രധാന നേട്ടങ്ങളിൽ ഒന്നായി കരുതപ്പെടുന്ന മനുഷ്യാവകാശ പ്രഖ്യാപനത്തിനുള്ള പ്രമേയം പാസാക്കുകയും ചെയ്തു. The value every person's opinions and don't enslave them. ഓരോ മനുഷ്യന്റെയും മൗലിക അവകാശങ്ങളെ മാനിക്കണമെന്നും അവനെ അടിമവൽക്കരിക്കാതിരിക്കുകയും ചെയ്യുക എന്ന് തുടങ്ങുന്ന ധാരാളം ആശയങ്ങൾ ഇതിന്റെ കാതലാണ്. ഈ മൗലിക തത്വത്തെ പറ്റി ആഗോളതലത്തിൽ അവർ ചിന്തിച്ചു തുടങ്ങിയത് 20-ാം നൂറ്റാണ്ടിലാണെങ്കിൽ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് സത്യദീനിന്റെ പ്രഭയുമായി ഉദയം ചെയ്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു വെച്ചതിന്റെ അലയൊളികളാണെന്നിതെന്ന് നാം ആരും തിരിച്ചറിയാതെ പോകരുത്. ഹിജറ 9 ഹജ്ജത്തുൽ വദാഇന്റെ വേളയിൽ നടത്തിയ സുപ്രസിദ്ധമായ അറഫ പ്രഭാഷണത്തിൽ അവിടുന്ന് പ്രഖ്യാപിച്ചതും ഇതേ പ്രമേയം തന്നെയായിരുന്നു. ഇത് തന്നെയാണ് പരിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം, തിരുജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തിയ പ്രഖ്യാപനം, ചരിത്ര താളുകളിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട മനുഷ്യാവകാശ പ്രഖ്യാപനം. ഇന്ന റബ്ബക്കും വാഹിദ് വ ഇന്ന അബാക്കും വാഹിദ് കുല്ലുക്കും ലിആദം വ ആദമു മിൻ തുറാബ് ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും വലൈസ ലിഅറബിയ്യിൻ അലാ അജമിയ്യിൻ ഫദ്ലുൻ ഇല്ലാ തഖ്വ. മനുഷ്യമൂല്യം ഉയർത്തിപ്പിടിച്ച പ്രഭാഷണമായിരുന്നു അന്ന് അറഫ മൈതാനിയിൽ അരങ്ങേറിയത്. അത് തന്നെയാണ് ലോകത്തിലെ ആദ്യത്തെ മനുഷ്യാവകാശ പ്രഖ്യാപനവും. ലോക പ്രശസ്ത മനുഷ്യാവകാശ പ്രസ്ഥാനങ്ങളായ HRW, അമ്നിസ്റ്റിയും ഇന്റർനാഷണലും ഒക്കെ ജനിക്കുന്നതിന് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് ഇസ്ലാം ഇത് പ്രഖ്യാപിക്കുന്നത്. ആ പ്രഖ്യാപനം ചരിത്ര താളുകളിൽ മാത്രം ഒതുങ്ങി നിന്ന ഒന്നായിരുന്നില്ല, മറിച്ച് കർമ്മരംഗത്തും അതിൻ്റെ പ്രതിഫലനങ്ങൾ നേടിച്ചിരുന്നു. അങ്ങനെ മനുഷ്യൻ എന്ന നിലയിൽ എല്ലാ അവകാശങ്ങളും വകവെച്ചു കൊടുത്ത മതം. തഖ്വയുടെ പേരിലല്ലാതെ ആർക്കും ഒരു പദവിയുമില്ല, സർവരും തുല്യരെന്ന് പഠിപ്പിച്ച മതം. അതാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. അനാവശ്യമായോ അകാരണമായോ ഒരു തുള്ളി രക്തം പോലും ചീന്തരുതെന്ന മനുഷ്യമൂല്യം കർശനമായി തന്നെ ഇസ്ലാം പ്രതിപാദിക്കുന്നുണ്ട്. മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർദി ഫകഅന്നമാ ഖതല അന്നാസ ജമീഅ. അന്യായമായി ഒരു ജീവൻ അപഹരിച്ചവൻ മാനവരാശിയെ തന്നെ നശിപ്പിച്ചവന് തുല്യനാണെന്ന് ഖുർആൻ ഉണർത്തുകയും അതുപോലെ തന്നെ പവിത്രമാണ് ഓരോ മനുഷ്യന്റെയും അഭിമാനവും പ്രതാപവും. അതിന് തേജോവധം സംഭവിക്കുന്നതിനെ ഇസ്ലാം കർശനമായി തന്നെ തടഞ്ഞിരിക്കുന്നു. ചുരുക്കത്തിൽ എല്ലാ മനുഷ്യരുടെയും മൗലിക അവകാശങ്ങളെ മാനിക്കാൻ കൽപ്പിക്കുന്ന മാർഗദർശനത്തിന്റെ പ്രതിരൂപമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. മനുഷ്യവർഗത്തിന് അന്യമായ മൃഗീയ മൂല്യങ്ങൾക്കുടമകളായ ഒരു പറ്റം ആളുകൾ ചരിത്രകാരന്മാർ ഇരുണ്ട യുഗമെന്ന് വിശേഷിപ്പിച്ച നരാധരുടെ കാലത്ത് പെൺകുഞ്ഞുങ്ങളെ കുഴിച്ചു മൂടുക എന്ന് മാത്രമല്ല, ജനിച്ചത് പെൺകുഞ്ഞാണെങ്കിൽ മുഖങ്ങൾ ഇരുണ്ടുപോയിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ച അപമാനിതരായി സ്വന്തം പെൺതരിയെ കുഴിച്ചു മൂടിയിരുന്ന വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും പേരിൽ കാലങ്ങളോളം തമ്മിൽ തല്ലിയിരുന്ന സ്ത്രീകളെ വെറും ഉപഭോഗോൽപ്പന്നങ്ങളായി മാത്രം കണക്കാക്കിയിരുന്ന ഒരു സമുദായം. ഈ സമുദായത്തിനിടയിലാണ്
മാനവികതയുടെ മാർഗദർശനവുമായി സത്യദീനിന്റെ പ്രഭയുമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗതമായത്. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന മനുഷ്യാവകാശം പ്രധാനമായും രണ്ടടിസ്ഥാന കാര്യങ്ങളിലാണ് നിലകൊള്ളുന്നത്. ഒന്ന്, സർവർക്കുമിടയിലുള്ള സമത്വം. രണ്ട്, സർവരുടെയും സ്വാതന്ത്ര്യം. എല്ലാ മനുഷ്യരെയും സൃഷ്ടിച്ചിരിക്കുന്നത് ഒരൊറ്റ ശരീരത്തിൽ നിന്നാണെന്ന് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. ഇവിടം കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. സ്ത്രീകൾക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ നൽകണമെന്നും അവരുടെ വിഷയത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടണമെന്നും അവരോട് നല്ല നിലയിൽ വർത്തിക്കുക എന്ന് തുടങ്ങുന്ന ധാരാളം അധ്യാപനങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തരികയും ചെയ്തു. ഇസ്ലാമിക മൂല്യങ്ങളും മനുഷ്യമൂല്യങ്ങളും സാഹോദര്യ സ്നേഹവും അണഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വിശ്വസാഹോദര്യ വിത്തുപാകാനും ശാന്തിയും സമാധാനവും വിളിവെടുക്കാനും ഇസ്ലാമിൻ്റെ ആശയാദർശങ്ങൾ ഉൾക്കൊള്ളുന്ന നമുക്ക് സാധിക്കണം. സമൂഹത്തിൽ നീതിയും ന്യായവും ഉയർത്തിപ്പിടിക്കുക എന്നത് നാം ഓരോരുത്തരുടെയും കടമയാണ്. ആയതിനാൽ സഹോദരങ്ങളെ, വർഗീയവാദികളുടെ കരങ്ങളിൽ നിന്ന് ഈ സമൂഹത്തെ സ്വതന്ത്രമാക്കാനും മതേതരത്വം നിറഞ്ഞ നല്ലൊരു നാളേക്കായി പരിശ്രമിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദവി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വാഖിറു ദുആഇന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.